അറസ്റ്റിലായതോടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം പോകുമോ? രാഹുലിനെ അയോഗ്യനാക്കാൻ നിയമസഭയ്ക്ക് അധികാരമുണ്ടോ? പരിശോധിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ കഴിയാൻ തുടങ്ങിയിട്ട് 2 ദിവസവും പിന്നിടുകയാണ്. രാഹുലിനെ MLA സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കണം എന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അത് സാധ്യമാകുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒരു നിയമസഭാ സാമാജികന്റെ അംഗത്വം റദ്ദാക്കണമെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകണം എന്ന് പരിശോധിക്കാം. നിലവിൽ എന്തായാലും രാഹുലിന്റെ അറസ്റ്റ് വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം ഈ സ്പീക്കറെ അറിയിച്ചിട്ടുണ്ട്. സ്പീക്കർക്ക് ആ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുകയാണ്. നിയമസഭയുടെ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്കാണ് ഈ പറയുന്ന പരാതി വിവരങ്ങളടക്കം സ്പീക്കർ ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. അതവർ പരിശോധിക്കുകയാണ്. ആ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകുക. നിലവിൽ എന്തായാലും ഏറ്റവും പ്രാഥമികമായി കുറഞ്ഞത് 2 വർഷമെങ്കിലും തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളെ മാത്രമാണ് നേരിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അയോഗ്യനാക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ നിൽക്കുന്നത്. ആന്റണി രാജുവിൻ്റെ നിയമസഭാംഗത്വം റദ്ദായതും അത്തരത്തിലാണ്. ഇനി മറ്റു കാര്യങ്ങൾ കൂടി പരിശോധിച്ചാൽ ഭരണഘടനയുടെ അനുച്ഛേദം 191 അനുസരിച്ച് 5 അയോഗ്യത മാനദണ്ഡങ്ങളുണ്ട്. അത് ഏതൊക്കെയെന്ന് പരിശോധിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലാഭകരമായ ഒരു പദവി സർക്കാരിൽ വഹിക്കുകയാണെങ്കിൽ MLAക്ക് അയോഗ്യനാക്കാം. അതായത് മറ്റ് സമാനമായി തന്നെയുള്ള ഒരു ശമ്പളം കൂടിയുണ്ട് അല്ലെങ്കിൽ വരുമാനം കൂടി ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അയോഗ്യനാകുന്ന അവസ്ഥയുണ്ടാകും. അതോടൊപ്പം തന്നെ മാനസിക നില തകരാറിലാണ് എന്നൊരു വിധി കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് MLA ആയി തുടരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ മനോനിലയിൽ പ്രശ്നമുള്ള ആളുകളെയും അയോഗ്യനാക്കാം എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ട ശേഷവും കോടതി കടബാധ്യതയിൽ നിന്നും മുക്തനാക്കിയിട്ടില്ല എങ്കിലും ഒരു MLA അയോഗ്യനാക്കി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളുണ്ട്. അതൊന്നും ഈ പറയുന്നതൊന്നും രാഹുലിൻ്റെ ഇപ്പോഴത്തെ കാര്യത്തിൽ നിലനിൽക്കുന്നതല്ല. ഇനി മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിച്ചിട്ടുള്ള ഒരാളെ MLA സ്ഥാനത്ത് തുടരാൻ അനുവദിക്കേണ്ട ആവശ്യമില്ല. അത് വേണമെങ്കിൽ അങ്ങനെ അയോഗ്യനാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിപ്പോൾ ഇനിയുള്ളത് പാർലമെൻറ്റ് പാസ്സാക്കുന്ന മറ്റേതെങ്കിലും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ MLAക്ക് അയോഗ്യത ഉണ്ടാകാം. പക്ഷേ അതൊന്നും രാഹുലിൻ്റെ കാര്യത്തിൽ പ്രാവർത്തികമാകാൻ പോകുന്ന അല്ലെങ്കിൽ അതിവിടെ പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഇപ്പോൾ നിലവിലില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കൂറുമാറ്റത്തിനാണ്. അത് ഈ പറയുന്ന ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ 10ാം പട്ടികയിൽ ഉൾപ്പെടുന്ന കൂറുമാറ്റമുണ്ട്. കൂറുമാറ്റം എന്ന് പറയുമ്പോൾ അതിന് ചില ഉപമാനദണ്ഡങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, പാർട്ടി വിടുക. ഏതെങ്കിലും ഒരു പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഒരാൾ പാർട്ടി വിട്ട് ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അയോഗ്യനാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ വിപ്പ് ലംഘിക്കുക, കൂറുമാറി വോട്ട് ചെയ്യുക. ഈ 2 വിപ്പ് ലംഘിച്ചിട്ടുണ്ടെങ്കിലും കൂറുമാറി വോട്ട് ചെയ്താലും അയോഗ്യനാക്കാൻ കഴിയും. ഇനി രാഹുലിന്റെ കാര്യത്തിലേക്ക് മടങ്ങിയെത്തുകയാണെങ്കിൽ സ്പീക്കറുടെ മുന്നിലേക്ക് എത്തിയ വിവരം സ്പീക്കർ എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരിൽ നിന്ന് തെളിവെടുപ്പ് നടത്തി റിപ്പോർട്ട് സഭയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങളാവും ഇനിയിപ്പോൾ എത്തിക്സ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. റിപ്പോർട്ടിലെ അച്ചടക്ക നടപടി നിർദ്ദേശം ഒരു പ്രമേയമായി മുഖ്യമന്ത്രിയാകും സഭയിൽ അവതരിപ്പിക്കുക. ആ പ്രമേയത്തിന് വിളിച്ചതുമായി തന്നെയുള്ള ചർച്ച നടക്കും. അതിനുശേഷം നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന അനുസരിച്ചാണ് എങ്കിൽ ഒരു താക്കീതോ സസ്പെൻഷനോ പുറത്താക്കലോ 3 നടപടികളിൽ ഏത് വേണമെങ്കിലും ഉണ്ടാകാമെന്നുള്ളതാണ് രാഹുലിൻ്റെ കാര്യത്തിൽ. അതിപ്പോൾ പുറത്താക്കൽ എന്നുള്ള നടപടിയിലേക്ക് തന്നെ പോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയുള്ളത് മുഖ്യമന്ത്രി കൊണ്ടുവരുന്ന ഈ പ്രമേയം അംഗീകരിച്ചാൽ, അത് അംഗീകരിക്കുന്ന ആ സമയം മുതൽ ആ നടപടി പ്രാബല്യത്തിൽ വരും. ഈ പറയുന്ന പ്രമേയം അംഗീകരിച്ചാൽ തന്നെ രാഹുലിന് കോടതിയിലേക്ക്, സഭ അംഗീകരിച്ച് രാഹുലിനെ പുറത്താക്കുന്ന ഒരു നടപടി ഉണ്ടായാൽ തന്നെ, അയോഗ്യനാക്കുന്ന നടപടി ഉണ്ടായാൽ തന്നെ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അനുകൂലമായൊരു നിലപാടുണ്ടാകും. കാരണം ജനപ്രാതിനിധ്യത്തിൽ പറഞ്ഞു വയ്ക്കുന്ന ഒരു വിധത്തിലുള്ള മാനദണ്ഡങ്ങളിലും രാഹുലിൻ്റെ ഈ കേസ് ഉൾപ്പെടുന്നില്ല. പക്ഷേ അധാർമിക പ്രവൃത്തി നടത്തിയ ആളെ പുറത്താക്കാനുള്ള അല്ലെങ്കിൽ ആളെ അയോഗ്യനാക്കാനുള്ള ഒരു അവകാശം സഭയ്ക്കുണ്ട്. ആ നടപടിയിലേക്കാണ് സഭ ഇപ്പോൾ കടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്.